നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഇടുക്കി ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ചുമതലയേറ്റു. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ കോഴ്സ് ആരംഭിക്കുന്നതായി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടിക വിവാദത്തിന്റെ ചൂട് പിടിച്ച് ഇടുക്കിയിലെ ഇരട്ട വോട്ട് ആരോപണവും വീണ്ടും ചർച്ചയാകുന്നു. M. മണി ആദ്യ തവണ നിയമസഭയിലെത്തിയത് ഇരട്ട വോട്ട് നേടിയാണെന്ന് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ MPമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. വാർത്തകൾ വിശദമായി. ഇടുക്കി ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ചുമതലയേറ്റു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാംകുന്നേൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു P. ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ സ്വീകരിച്ചു. തുടർന്ന് ചേംബറിലെത്തി V. വിഘ്നേശ്വരിയിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലയിൽ നിലവിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഇതിനുവേണ്ടി കാര്യക്ഷമമായി നിർവഹിക്കും. വികസന ക്ഷേമ പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ കക്ഷികളുടെയും പൊതുജനങ്ങളുടെയും സഹകരണം കളക്ടർ അഭ്യർത്ഥിച്ചു. കൃഷി വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയെ സ്ഥലം മാറിപ്പോകുന്ന V. വിഘ്നേശ്വരിയിൽ നിന്നും ചുമതല ഏറ്റെടുത്ത ശേഷം ജില്ലയിലെ വിവിധ വകുപ്പുകളുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയായിരുന്നു കളക്ടർ. സംസ്ഥാനത്തിന്റെ സുഗന്ധവ്യഞ്ജന ഉദ്യാനമാണ് ഇടുക്കി. അതുപോലെ തന്നെ ടൂറിസം രംഗത്തും ജില്ല മികച്ച സംഭാവനകൾ നൽകുന്നു. ഈ മേഖലകളിലെ വികസനത്തിന് പ്രാധാന്യം നൽകും. ഇടമലക്കുടി ഉൾപ്പെടെയുള്ള ആദിവാസി ഗോത്ര മേഖലകളുടെ ഉന്നമനത്തിനും പ്രത്യേക ശ്രദ്ധ നൽകും. നമ്മുടെ ഈ ഏറ്റവും വലിയ ജില്ല ചില ഇടങ്ങളിലൊക്കെയുള്ള ചില യാത്രാ പരിമിതികൾ, പ്രത്യേകിച്ച് നമ്മുടെ ആദിവാസി സഹോദരന്മാരുടെ കുടികളിലേക്കുള്ള യാത്ര, ഞാൻ ഇടമലക്കുടിയൊക്കെ പോയപ്പോൾ ഞാൻ പഞ്ചായത്ത് ഡയറക്ടറായിരിക്കെ ഇടമലക്കുടി പോയപ്പോൾ എനിക്ക് നേരിട്ട് ബോധ്യം വന്നതാണ്. അപ്പോൾ ആ യാത്രാ സൗകര്യങ്ങൾ അവിടുത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെയും അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണത്തെയൊക്കെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ഒന്ന് ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഇടുക്കി എന്ന് പറയുന്നത് നമ്മുടെ കൺട്രിയുടെ തന്നെ സ്റ്റേറ്റിൻ്റെ ഒരു സ്പൈസ് ഗാർഡനാണ്. അപ്പോൾ ആ കൃഷിക്കും അതുപോലെ തന്നെ ടൂറിസത്തിനും ഇതിനകം തന്നെ ഇടുക്കി വളരെയധികം സംഭാവന നൽകിയിട്ടുണ്ട്. അത് ഇനിയും കൂടുതൽ ഇക്കാര്യത്തിൽ വികസനത്തിന് വളരെയധികം സാധ്യതയുണ്ട്. കാരണം നമ്മുടെ വികസന പ്രക്രിയയിൽ ഇടുക്കി ഞാൻ വളരെ വളരെ സമ്പന്നമാണെന്ന് പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വികസന പ്രക്രിയയിൽ അടിസ്ഥാനപരമായിട്ട് മനുഷ്യനും അതുപോലെ ജീവജാലങ്ങൾക്ക് വേണ്ട 3 അടിസ്ഥാന കാര്യങ്ങൾ. ഒന്ന് ശുദ്ധവായുവാണ്. ശുദ്ധവായുയുടെ കാര്യത്തിൽ ഇടുക്കി വളരെ റിച്ചാണ്. അതുപോലെ തന്നെ ശുദ്ധജലം, നമുക്കതില്ലാതെ ഏതാനും ദിവസങ്ങൾ പോലും ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ശുദ്ധജലം അതിൽ യാതൊരു പരിമിതികളും നമുക്കില്ല. അതുപോലെ തന്നെ ശുദ്ധമായ ഭക്ഷണം, നമ്മുടെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന ഈ 3 ഘടകങ്ങൾ മറ്റു പല നഗരവൽക്കരണത്തിൽ നമുക്ക് പലപ്പോഴും പല പ്രതിസന്ധികൾ ഈ 3 കാര്യങ്ങളിലും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ ഇടുക്കിയെ സംബന്ധിച്ച് ഈ 3 കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ വളരെ റിച്ചാണെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇടുക്കിയുടെ ഈ പരമ്പരാഗത കൃഷി, നമ്മുടെ സുഗന്ധദ്രവ്യങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെയുള്ള അവയുടെ കൃഷി സംരക്ഷിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ഏലം, തേയില, കാപ്പി, കുരുമുളക് ഒക്കെ കൂടുതൽ. ഞാനൊരു ട്രൈബൽ സെറ്റിൽമെൻറ്റ് പോയ സമയത്ത് അവിടെ കണ്ടത് കുരുമുളകിലൂടെ അവർ വളരെയധികം ആദായം നേടുന്നതായിട്ട്, അതുപോലെ ഏലത്തിലൂടെയൊക്കെ ഞാൻ ഇടമലക്കുടി പോയപ്പോഴൊക്കെ നേരിട്ട് കണ്ട് ബോധ്യം വന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ, അത് നമ്മുടെ SDMA ഒക്കെ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രദേശങ്ങളിലൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രാദേശിക ജനതയുടെയും അഭിപ്രായം കൂടെ കണക്കിലെടുത്ത് അവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം ഒന്നുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ആഗ്രഹിക്കുന്നത്.
ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീറണാംകുന്നേൽ, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബ്, ഡെപ്യൂട്ടി കളക്ടർമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനെ സ്വീകരിച്ചു. തുടർന്ന് ചേംബറിലെത്തി വി വിഘ്നേശ്വരിൽ നിന്നും ചുമതല ഏറ്റെടുത്തു. സബ് കളക്ടർമാരായ അനൂപ് ഗാർഗ്, വി എം ആര്യ എന്നിവർ സന്നിഹിതരായിരുന്നു. ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു, വിവിധ വകുപ്പുകളുടെ ജില്ലാതല മേധാവികൾ അടക്കമുള്ളവർ കളക്ടറെ സന്ദർശിച്ചു. ജില്ലയുടെ 42ാമത്തെ കളക്ടറാണ് ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. തിരുവനന്തപുരത്ത് ഹോമിയോപ്പതി വകുപ്പിൽ ചീഫ് മെഡിക്കൽ ഓഫീസറായ ഭാര്യ ഡോക്ടർ ശ്രീകല, മക്കളായ അഞ്ജലി, അരവിന്ദ് എന്നിവരും ഡോക്ടർ ദിനേശൻ ചെറുവാട്ടിനൊപ്പം എത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ കോഴ്സ് ആരംഭിക്കുന്നതായി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോളേജ് 25ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ബിടെക് പ്രോഗ്രാമായ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരംഭിക്കുന്നത്. സർക്കാർ AICTE അംഗീകാരങ്ങളും KTU അഫിലിയേഷനും കോഴ്സിന് ലഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14-ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുമെന്നും കോളേജ് അധികൃതർ അറിയിച്ചു. പൈനാവിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ കോഴ്സ് ആരംഭിക്കുന്നു. 2000-ൽ സ്ഥാപിതമായ സ്ഥാപനം കേരള സർക്കാരിന്റെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറേറ്റിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. കോളേജിന്റെ 25ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് പുതിയ ബിടെക് പ്രോഗ്രാമായ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരംഭിക്കുന്നത്. സർക്കാർ അംഗീകാരം, AICTE അംഗീകാരം, KTU അഫിലിയേഷൻ എന്നിവ ഈ കോഴ്സിന് ലഭിച്ചു. 30 വിദ്യാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കും. ഓഗസ്റ്റ് 14-ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ പുതിയ പ്രോഗ്രാമായ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ കോളേജിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല് കൂടിയാണ്. ഈ കോഴ്സിന്, നൂതന സാങ്കേതിക വിദ്യകളെ അധികരിച്ചുള്ള ഈ കോഴ്സിന് സർക്കാർ അംഗീകാരം ലഭിക്കുകയുണ്ടായി. കൂടാതെ ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അപ്രൂവൽ ഡിസംബറിൽ തന്നെ ലഭിച്ചു. KTU അഫിലിയേഷൻ, യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ ലഭിച്ചു. ഡോക്ടർ ശ്രീറാം ഗണപതി പ്രൊഫസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ മേൽനോട്ടത്തിലാണ് ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കിയത്. റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യജീവിതത്തെയും വ്യവസായ മേഖലകളെയും മാറ്റിമറിക്കുന്ന, നമ്മുടെ ജീവിത രീതിയെയും വിപ്ലവകരമായി മാറ്റിമറിക്കുന്ന ഒരു പ്രധാന സാങ്കേതിക വിദ്യയായി ഉയരുന്ന ഒരു ഏരിയയാണ്. അതിൽ തന്നെ റോബോട്ടിക്സ് ഇടുക്കി ജില്ലയിൽ ലഭിക്കുക എന്നുള്ളത് വളരെ മൈൽ സ്റ്റോൺ ആണ്. 30 വിദ്യാർത്ഥികൾക്കാണ് ഇതിൽ അഡ്മിഷൻ ലഭിക്കുക ഓരോ വർഷവും. ഇതിന്റെ പ്രവേശനം ഓഗസ്റ്റ് 14-ാം തീയതി, അതായത് മറ്റന്നാൾ 2025 ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിലാണ് സെൻട്രലൈസ്ഡ് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നത്. അതിനെക്കുറിച്ചും കൂടി പറയാനാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്ലസ് ക്ലബ് മീറ്റ് അനിവാര്യമായത്. കാരണം ഇതെല്ലാം പൊതുജനങ്ങളിലേക്ക് കേരളത്തിലാകമാനമുള്ള ജനതയിലേക്ക് ഇത് എത്താനും അടുത്ത സ്പോട്ട് അഡ്മിഷന് ഓപ്ഷൻ കൊടുക്കാൻ പുതുതായിട്ട് ഒരു കോഴ്സും കൂടെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം പബ്ലിക്കിനെ അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഇങ്ങനെ പ്രസ് ക്ലബ് മീറ്റ് നടത്തേണ്ട ഒരു ആവശ്യകതയായിട്ട് വന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മൾ സർക്കുലേറ്റ് ചെയ്തിട്ടുള്ള പ്രിന്റ് ഔട്ടിൽ 2 കോൺടാക്ട് നമ്പർ ഉണ്ട്. ഒന്ന് ഓഫീസിലെ കോൺടാക്ട് നമ്പറും കൂടാതെ സ്റ്റാഫ് അഡ്വൈസറിന്റെ, ഈ പർട്ടിക്കുലർ റോബോട്ടിക്സ് കോഴ്സിന്റെ സ്റ്റാഫ് അഡ്വൈസറായിട്ടുള്ള നിതിൻ സാറിന്റെ കോൺടാക്ട് നമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു സെബാസ്റ്റ്യൻ, PTA വൈസ് പ്രസിഡന്റ് റോയി ജോസ് കൊച്ചുപുരയ്ക്കൽ, കോളേജ് ഡീൻ സന്തോഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ശുഭാകുമാരി S, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മഞ്ജു മാനുവൽ, കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫിലിമോൻ ജോസഫ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വോട്ട് കൊള്ളയെക്കുറിച്ചുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ ആവശ്യപ്പെട്ടു. ഭാവിയിലുള്ള തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള അപാകതകൾ ഉണ്ടാകാതിരിക്കാൻ അന്വേഷണം കൊണ്ട് സാധിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാന സെക്രട്ടറി സുരേഷ് ബാബു, ജില്ലാ സെക്രട്ടറി KA കുര്യൻ, VA അനിൽകുമാർ, കൃഷ്ണൻ കണിയാപുരം, SK മധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ ആകെ ശരിയാണ് എന്ന് പ്രഖ്യാപിക്കണം എന്നല്ല, മറിച്ച് അതിനെക്കുറിച്ച് വളരെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തി ഭാവിയിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള അപാകതകൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പു നൽകുകയായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. അതിനു പകരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രതിസ്ഥാനത്ത് ചെന്നുപെട്ടതുപോലെ പ്രതിപക്ഷ നേതാവിൻ്റെ
ഇൻ്റഗ്രിറ്റിയെ തന്നെ ചോദ്യം ചെയ്യുന്ന, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും ആസ്തിത്വത്തെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ സത്യവാങ്മൂലം തരണമെന്നൊക്കെയുള്ള സാങ്കേതികത്വങ്ങൾ പറഞ്ഞുകൊണ്ട് ആ പ്രശ്നത്തെ മറികടക്കാനാണ് ശ്രമിച്ചത്. ഇത് ശരിയായൊരു നടപടിക്രമമല്ല എന്നും ഇന്ത്യ ആകെ ബഹുമാനിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ നയം തിരുത്തിക്കൊണ്ട് പ്രതിപക്ഷ നേതാവിനെയും എം പിമാരെയും തെരുവിലേക്ക് എത്തിക്കാതെ തന്നെ അത്തരത്തിൽ ഈ വിഷയങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വിമർശനങ്ങൾ ശരിയാണെന്ന് പറയണമെന്നല്ല, അതില്ലാതിരിക്കാൻ, അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എടുക്കും എന്ന് ഇനിയെങ്കിലും പറയണം എന്ന് ഞങ്ങൾ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും ബഹുമാനായ രാഹുൽ ഗാന്ധി അഴിച്ചുവിട്ടിട്ടുള്ള ഈ കൊടുങ്കാറ്റ് ഇന്ത്യ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ ഭരണകക്ഷിയായ BJPയെയും പിടിച്ചു കുലുക്കി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. BJPയുടെ അധികാരത്തിലേക്കുള്ള പ്രവേശനത്തിനു വേണ്ടി എന്ത് തെറ്റായ മാർഗങ്ങളും അവർ ചെയ്യും എന്ന് ജനങ്ങൾക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് അവർ ഡിഫെൻസീവിലാണ്. അവർ തെറ്റുതിരുത്തുമെന്നല്ല, രാഹുൽ ഗാന്ധി ചെയ്തതൊരു വലിയ തെറ്റാണ് എന്ന മട്ടിൽ തന്നെയാണ് ഭരണകക്ഷിയായ BJPയും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ CMPയെ സംബന്ധിച്ചിടത്തോളം CMP ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. മറ്റ് ദേശീയ രാഷ്ട്രീയ പാർട്ടികളെ പോലുള്ള ഒരു പാർട്ടിയല്ല എങ്കിൽ പോലും CMPയുടെ ചരിത്രത്തിൽ എക്കാലത്തും, ഇപ്പം ഞങ്ങൾ 40ാം ജന്മദിനം ആഘോഷിക്കുകയാണ്, കഴിഞ്ഞ 35-36 വർഷക്കാലമായി തെരഞ്ഞെടുപ്പ് എന്നത് ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിയ കേരളത്തിലെ അപൂർവ രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നാണ്. ഞാൻ ഓർക്കുന്നു 1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അന്നത്തെ കേരളത്തിന്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കള്ളവോട്ടിനെ കുറിച്ച്, കണ്ണൂരിൽ നടക്കുന്ന കള്ളവോട്ടിനെ കുറിച്ച് MBR തന്നെ ഒരു നേരിട്ടുള്ള ഒരു പരാതി കൊടുക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ കമ്മീഷനെ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്നത്തെ ജോയിന്റ് സെക്രട്ടറിയാണ് CMP. കുരുന്നുകൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി ന്യൂമാൻ NCC സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC യൂണിറ്റ് സന്ദർശിച്ച് വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി കിൻഡർ ഗാർഡനിലെ കുരുന്നുകൾ. വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ്, ബെർസർ ഫാദർ ബെൻസൺ N. ആന്റണി, NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, NCC കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് ഊഷ്മളമായ സ്വീകരണം നൽകി. കുരുന്നുകൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി ന്യൂമാൻ NCC സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളുടെ ഭാഗമായി തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC യൂണിറ്റ് സന്ദർശിച്ച് വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമി കിൻഡർ ഗാർഡനിലെ കുരുന്നുകൾ. അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു CMI എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ 100ഓളം വിദ്യാർത്ഥികൾക്ക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ്, ബെർസാർ ഫാദർ ബെൻസൺ ആന്റണി, NCC ഓഫീസർ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു, NCC കേഡറ്റുകൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് ഊഷ്മള സ്വീകരണം നൽകി. ഈ മനോഹരമായ മുഖങ്ങളോടുകൂടിയ കുഞ്ഞുങ്ങളെല്ലാവരും ന്യൂമാൻ കോളേജിലെ തൊടുപുഴയിലെ ഏറ്റവും പ്രസിദ്ധമായ കലാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെയുള്ള NCC ഗ്രൂപ്പിനെയും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ആക്ടിവിറ്റീസും ലൈബ്രറിയും എല്ലാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറ്റവും ബഹുമാനപുരസർ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി K. അലക്സ് സാറിനെയും അതോടൊപ്പം തന്നെ ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന സ്നേഹബഹുമാനപ്പെട്ട ഡിനോ അച്ഛനെയും ജിത്തു അച്ഛനെയും അധ്യാപകരെയും ഈ കുഞ്ഞുമക്കളെയും എല്ലാം തൊടുപുഴയുടെ കലാനഗരിയിലേക്ക് അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസ ക്ഷേത്ര നഗരിയിലേക്കും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ, കുട്ടികൾക്ക് വളരെ മോട്ടിവേഷൻ കിട്ടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ന്യൂമാനിലേക്ക് ഏവർക്കും സ്വാഗതം. TVയിൽ മാത്രം കണ്ടുപരിചയമുള്ള പരേഡും കാർട്ടൂണുകളിലും ഗെയിമുകളിലും മാത്രം നിരീക്ഷിച്ചിട്ടുള്ള സൈനിക അഭ്യാസങ്ങളും ആയുധങ്ങളും കുരുന്നുകൾക്ക് വിസ്മയ കാഴ്ചയായി. തോക്ക് സ്പർശിക്കുവാനും ഇളം കൈകൾ വീശി പരേഡ് ചെയ്യുവാനും താൽപ്പര്യപ്പെട്ടവർക്ക് സീനിയർ അണ്ടർ ഓഫീസർ അഭിജിത്ത് ബിജുവിന്റെ നേതൃത്വത്തിലുള്ള NCC സംഘം പരിശീലനം നൽകി. സൈനികർ ഉപയോഗിക്കുന്ന ആയുധങ്ങളും റിപ്പബ്ലിക് ദിന പരേഡിൻ ഭാഗമായ ബാൻഡ് പ്രദർശനവും പരേഡും കുട്ടികളിൽ ദേശസ്നേഹത്തിന്റെ വിത്തുകൾ പാകി. തുടർന്ന് പ്രൊഫസർ A.T. ജോൺ മെമ്മോറിയൽ NCC ഡ്രിൽ നഴ്സറി സന്ദർശിച്ച വിദ്യാർത്ഥികൾ സൈനിക പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വിവിധ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തി. ഇന്ത്യയിൽ തന്നെ അപൂർവം കോളേജുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒബ്സ്റ്റക്കിൾ ട്രെയിനിംഗ് ഗ്രൗണ്ടും ഡ്രിൽ നഴ്സറിയും കുട്ടികൾക്ക് കൗതുക കാഴ്ചയായി.
വിവിധ കർമ്മ പരിപാടികൾക്ക് ടോമൻ ജോഷി, ദേവി കൃഷ്ണ, അനശ്വർ പ്രകാശ്, അശ്വിൻ സുഭാഷ്, ഫാത്തിമ മാഹിൻ, വിഷ്ണു രതീഷ്, ചേതന ശ്രീപാർവതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഭക്ഷ്യഭദ്രതാ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സഖറിയ ഉമ്മൻ ഇടുക്കി ജില്ലയിൽ സന്ദർശനം നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് കമ്മീഷൻ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം നടന്നു. അംഗൻവാടികളിലെ സന്ദർശനത്തിനിടെ വാഴത്തോപ്പ് അംഗൻവാടിയിൽ കണ്ടെത്തിയ കാലാവധി കഴിഞ്ഞ റവ അടിയന്തരമായി അവിടെ നിന്ന് മാറ്റുന്നതിനും വിഷയത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുവാനും കമ്മീഷൻ തീരുമാനിച്ചു. ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം 2013 അടിസ്ഥാനമാക്കി വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കി വരുന്ന ഭക്ഷ്യഭദ്രതാ പദ്ധതികളുടെ നിർവഹണ പുരോഗതി വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഡോക്ടർ ജിനു സഖറിയ ഉമ്മൻ ഇടുക്കി ജില്ലയിൽ 2 ദിവസം സന്ദർശനം നടത്തി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് കമ്മീഷൻ ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ അവലോകന യോഗം നടന്നു. ഇടുക്കി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഷൈജു പി ജേക്കബിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പൊതുവിതരണം, വനിതാ ശിശുവികസനം, പൊതുവിദ്യാഭ്യാസം, പട്ടികവർഗ വികസനം എന്നീ വകുപ്പുകളിലെ ജില്ലാതല ഓഫീസർമാരും കുടുംബശ്രീ മിഷൻ, സപ്ലൈകോ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജില്ലയിൽ മേൽപ്പറഞ്ഞ വകുപ്പുകൾ വഴി നടപ്പാക്കുന്ന ഭക്ഷ്യഭദ്രതാ പദ്ധതികളുടെ നിർവഹണ പുരോഗതി കമ്മീഷൻ വിലയിരുത്തുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. സന്ദർശനത്തിന്റെ 2ാം ദിവസം ഇടുക്കി ICDS പ്രോജക്ടിന്റെ പരിധിയിലുള്ള അംഗൻവാടികൾ, കട്ടപ്പന ഉപജില്ലയുടെ പരിധിയിലുള്ള ന്യൂമാൻ LPS, ഇടുക്കി താലൂക്കിൽ പ്രവർത്തിച്ചു വരുന്ന KS ഇവ സന്ദർശിച്ചു. അവിടങ്ങളിലെ പോഷകാഹാര വിതരണം, പശ്ചാത്തല സൗകര്യം, ശുചിത്വം എന്നിവ കമ്മീഷൻ വിലയിരുത്തി. വാഴത്തോപ്പ് പഞ്ചായത്തിലെ വാഴത്തോപ്പ് അംഗൻവാടിയിലെ പരിശോധനയിൽ കണ്ടെത്തിയ കാലാവധി കഴിഞ്ഞ റവ അടിയന്തരമായി അവിടെ നിന്ന് മാറ്റുന്നതിനും വിഷയത്തിൽ വനിതാ ശിശുവികസന വകുപ്പിൽ നിന്ന് വിശദീകരണം ആവശ്യപ്പെടുവാനും കമ്മീഷൻ തീരുമാനിച്ചു. കമ്മീഷൻ വാഴത്തോപ്പ് പഞ്ചായത്തിലെ 56 കോളനി, പൈനാവ് എന്നീ അംഗൻവാടികൾ സന്ദർശിക്കുകയും അവയെല്ലാം അഭിനന്ദനാർഹമായ നിലയിൽ പ്രവർത്തിക്കുന്നത് കാണാൻ കഴിയുന്നതായി രേഖപ്പെടുത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇടുക്കി ന്യൂമാൻ LPSലെ ഉച്ചഭക്ഷണ പദ്ധതി നിർവഹണം നല്ല രീതിയിൽ നടക്കുന്നതായി കമ്മീഷൻ വിലയിരുത്തി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ്റെ അവലോകന യോഗം ഇന്നലെ കളക്ടറേറ്റിൽ വെച്ച് കൂടുകയുണ്ടായി. NFSA ആക്ടിൻ്റെ പരിധിയിൽ വരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പദ്ധതികൾ നിർവഹിക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും വന്നിരുന്നു. ഇടുക്കി ജില്ലയിൽ ഈ ഭക്ഷ്യഭദ്രതാ സ്കീമുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് വിവിധ അംഗൻവാടികൾ സന്ദർശിച്ചു. അതുപോലെ തന്നെ KS ഇന്ന് ഈ ന്യൂമാൻ LP സ്കൂളിൽ എത്തിയിരിക്കുകയാണ്. അംഗൻവാടികളുടെ പ്രവർത്തനവും അതുപോലെ തന്നെ ബാക്കിയുള്ള അതിൻ്റെ ചിട്ടകളും അതിൻ്റെ രീതിയിലുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്നതൊക്കെ വളരെ മാതൃകാപരമായിട്ട് തന്നെ നടക്കുന്നു എന്ന് അറിഞ്ഞതിൽ വളരെ അഭിമാനം തോന്നുകയാണ്. അതുപോലെ തന്നെ ഈ സ്കൂളിൽ എത്തുകയുണ്ടായി. ഈ സ്കൂളിൽ വളരെ മാതൃകാപരമായി തന്നെയാണ് ഈ ഭക്ഷണ പദ്ധതി ഇവിടെ നടപ്പാക്കുന്നത്. ഇവിടുത്തെ ശുചിത്വവും അതുപോലെ തന്നെ ഇവിടെ രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നതും കൂടാതെ വളരെ മാതൃകാപരമായിട്ട് ഒരു പച്ചക്കറി തോട്ടവും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. അതിൽ ഇവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ പ്രത്യേകിച്ച് സിവിൽ സപ്ലൈസ്, വിദ്യാഭ്യാസ വകുപ്പ്, അതുകൂടാതെ ICDS, ട്രൈബൽ വകുപ്പ് അടക്കമുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഈ ഇടുക്കി ജില്ലയിലെ ഉദ്യോഗസ്ഥരോടുള്ള നന്ദിയും സ്നേഹവും അവരോടുള്ള പ്രത്യേക അനുമോദനവും അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വോട്ടർ പട്ടിക വിവാദത്തിന്റെ ചുവട് പിടിച്ച് ഇടുക്കിയിലെ ഇരട്ട വോട്ട് ആരോപണവും വീണ്ടും ചർച്ചയാകുന്നു. MM മണി ആദ്യ തവണ നിയമസഭയിലെത്തിയത് ഇരട്ട വോട്ട് നേടിയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം ഇരട്ട വോട്ടർമാരുണ്ടെന്നാണ് ആരോപണം. 2016 MM മണി കോൺഗ്രസിലെ സേനാപതി വേണുവിനെ പരാജയപ്പെടുത്തി നിയമസഭയിൽ എത്തിയത് 1109 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു. തോട്ടം മേഖലയിൽ ജോലി ചെയ്യുന്ന തമിഴ്നാട്ടിൽ വോട്ടുള്ള ഇരട്ട വോട്ടർമാരെ വോട്ട് ചെയ്യിപ്പിക്കാനായി ഇടതുപക്ഷ പ്രവർത്തകർ മണ്ഡലത്തിൽ എത്തിച്ചതായി കോൺഗ്രസ് അന്നേ ആരോപണം ഉന്നയിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അവസാന മണിക്കൂറുകളിൽ MM മണിയുടെ നേതൃത്വത്തിൽ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലടക്കം CPM പ്രവർത്തകർ നിന്ന് തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ കേരളത്തിലേക്ക് കടത്തിവിടുകയായിരുന്നു എന്നാണ് ആരോപണം. ഉടുമ്പൻചോല മണ്ഡലത്തിൽ മാത്രം 10,000-ഓളം ഇരട്ട വോട്ടുകളുണ്ടെന്നും തമിഴ് തൊഴിലാളികളുള്ള ഇടുക്കിയിലെ മറ്റ് മണ്ഡലങ്ങളിലും ഇരട്ട വോട്ടർമാരുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ മാത്രം ഏകദേശം 10,000-ഓളം വോട്ടുകൾ ഇതേപോലെ തന്നെ ഇരട്ട വോട്ട് അവകാശമുള്ള ആളുകളെ 2 ജില്ലകളിലുമായി ക്രമീകരിച്ചിരിക്കുകയാണ്. അപ്പൊ അത് വളരെ വസ്തുനിഷ്ഠമായി തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ഇന്ന ആളുകൾ അവർക്ക് ഇത്ര നമ്പർ ID ആയിട്ട് വോട്ടർ പട്ടികയിലെ ക്രമ നമ്പരായിട്ടുള്ള ഇത്ര ID കാർഡ് ഉണ്ടെന്നും അതേപോലെ തന്നെ
അതേ ഇതിൽ തന്നെ വെച്ചുകൊണ്ട്, അതേ പേരിൽ തന്നെ വെച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ ഉത്തമപാളയം നിയോജക മണ്ഡലത്തിനകത്ത് അവിടെയും വോട്ടവകാശമുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള വളരെ വിശദമായിട്ടുള്ള മെമ്മോറാണ്ടമാണ് ഞങ്ങൾ വിവിധ ഘട്ടങ്ങളിലായിട്ട് കോൺഗ്രസ് പാർട്ടിയും അതേ ബന്ധപ്പെട്ട ആളുകളും ഒക്കെയായി പരാതികൾ കൊടുത്തിരുന്നത്. പക്ഷേ ഇത് സംബന്ധിച്ച് ഇതുവരെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനോ അതേപോലെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനോ കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വളരെ വ്യക്തമാണ്. ഇരട്ട വോട്ട് പദവി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട്. ആ ഇരട്ട വോട്ട് പദവി കണ്ടെത്തിക്കൊണ്ട് അത് ഒറ്റ ഏകീകൃതമായിട്ടുള്ള വോട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മാറും? അപ്പോ തമിഴ്നാട്ടിൽ തന്നെ ഇരട്ട വോട്ട് പദവിയുള്ള ആളുകള് അവരെ ഒഴിവാക്കി വിടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷകളും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് പ്രാദേശികമായിട്ട്. കാരണം അവര് സതുദ്ദേശത്തിൽ നിൽക്കുന്ന ആളുകൾ, കാരണം രണ്ടിടത്തും ഉള്ളത് അവർക്കൊരു തടസ്സം. പക്ഷേ CPM അത് സമ്മതിക്കില്ല. CPM അവരെ വിടുതൽ ചെയ്തു പോകാൻ അനുവദിക്കില്ല. CPM ഒരിക്കലും ബലമായ രീതിയിൽ അവര് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണ് എന്നുള്ളത് കൊണ്ട്, സമൂഹത്തിൽ അവർക്ക് ആരുടെയെങ്കിലും ഒരു അത്താണി ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ആ പാവപ്പെട്ട ആളുകളെ നിരന്തരമായി സമ്മർദ്ദം ചെലുത്തി പതിറ്റാണ്ടുകളായി എല്ലാ വോട്ടർ പട്ടികയിലും കൃത്യമായി ഈ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോൺഗ്രസ് കഴിഞ്ഞതിന് മുമ്പിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 1109 വോട്ടുകൾക്ക് മാത്രമാണ് അന്നത്തെ UDF സ്ഥാനാർത്ഥി സേനാപതി വേണു പരാജയപ്പെട്ടത്. അന്ന് ഏകദേശം 10,000-ഓളം വോട്ടുകൾ ഈ പറയുന്നത് പോലെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന MM മണി തന്നെ നേരിട്ടാണ് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ട് ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം കൊണ്ടുവന്നു. പലരുടെയും കൈകളിൽ കറുത്ത മഷി തമിഴ്നാട്ടിലെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളുടെ കയ്യിൽ പലരുടെയും കയ്യിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് പ്രത്യേകമായിട്ടുള്ള കെമിക്കൽ വെച്ചുകൊണ്ട്, പ്രത്യേകമായിട്ടുള്ള കെമിക്കൽ കുപ്പിക്കകത്തേക്ക് ആ ചൂണ്ടുവിരൽ ഇറക്കി വെച്ച് സെക്കൻഡ് കൊണ്ട് അത് മായ്ച്ചു കളയാനുള്ള സംവിധാനവും അവരുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അവര് തമിഴ്നാട്ടിൽ വോട്ട് ചെയ്ത് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും കേരളത്തിൽ വന്ന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇത് സംബന്ധിച്ച് നിരവധി തവണ ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകുകയും ഇരട്ട വോട്ടുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടും നടപടിയുണ്ടായിട്ടില്ല. ജില്ലയിലെ സ്ഥിരം തോട്ടം തൊഴിലാളികൾക്ക് പുറമെ താൽക്കാലികമായി വന്ന് മടങ്ങുന്നവരെയും വ്യാജ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇരു സംസ്ഥാനങ്ങളിലും ഒരേ സമയം വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഇരട്ട വോട്ടർമാരെ മഷി മായ്ച്ച് കേരളത്തിൽ എത്തിക്കുമെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ റോഡ് ഉപരോധിച്ച് യൂത്ത് കോൺഗ്രസ്. രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ MPമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എബി മുണ്ടയ്ക്കൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് വ്യാപകമായി കള്ളവോട്ട് ചേർത്ത് അധികാരത്തിലെത്താൻ BJPക്ക് കൂട്ടുനിന്ന ഇലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ MPമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ മറ്റ് മതേതര പാർട്ടികളുടെ എല്ലാം വോട്ടുകൾ, ആ വോട്ടുകളെയെല്ലാം പിന്നിലേക്കാക്കിക്കൊണ്ട് ആ ലക്ഷക്കണക്കിന് വരുന്ന കള്ള വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് നരേന്ദ്രമോദി കടന്നു വന്നത്. അത് തുറന്നു കാണിച്ച രാഹുൽ ഗാന്ധിയെ ഇന്ന് അധികാരികളുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാനക്കേടായിട്ട് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിലാൽ സമദ് ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് എബി മുണ്ടകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷാനു ഷാഹുൽ, ബിബിൻ അഗസ്റ്റിൻ, മുനീർ CM, ഫസൽ സുലൈമാൻ, റഹ്മാൻ ഷാജി, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി നാസർ പാലമൂടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി ചൊക്രമുടിയിൽ സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തു. വിന്റർ ഗാർഡൻ എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്ന റിസോർട്ടാണ് ഏറ്റെടുത്തത്. റിസോർട്ട് പ്രവർത്തിച്ചിരുന്ന ഭൂമിയുടെ പട്ടയം വ്യാജമെന്ന് കണ്ടെത്തി ക്യാൻസൽ ചെയ്തിരുന്നു. ചൊക്രമുടി കവാടത്തിന് സമീപമായുള്ള 1 ഏക്കർ 5 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് കഴിഞ്ഞ ദിവസം ദേവികുളം സബ് കളക്ടർ റദ്ദു ചെയ്തത്. ഇവിടെ പ്രവർത്തിച്ചിരുന്ന വിന്റർ ഗാർഡൻ റിസോർട്ട് റവന്യൂ വകുപ്പ് ഏറ്റെടുത്ത് സീൽ ചെയ്ത് സർക്കാർ ഭൂമി എന്ന് വിവരിക്കുന്ന ബോർഡ് സ്ഥാപിച്ചു. മേരിക്കുട്ടി വർഗീസ് വാഴയിൽ ചൊക്രമുടി എന്നയാളുടെ പേരിലാണ് വ്യാജരേഖ ചമച്ച് ഭൂമിക്ക് പട്ടയമുണ്ടാക്കിയത്.
പട്ടയത്തിനായി നേരിട്ട് ബന്ധപ്പെട്ട അപേക്ഷ രജിസ്റ്റർ, പട്ടയം നൽകുന്ന രജിസ്റ്റർ, പട്ടയ മഹസർ, പതിവ് ലിസ്റ്റ് തുടങ്ങിയ രേഖകളൊന്നുമില്ല എന്ന് കണ്ടെത്തിയതോടെ പട്ടയം റദ്ദു ചെയ്യുകയായിരുന്നു. ഇതുകൂടാതെ ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം എന്ന് കണ്ടെത്തിയ 4 പട്ടയങ്ങളും മുൻപ് രജിസ്റ്റർ ചെയ്തിരുന്നു. 4 പട്ടയങ്ങളിലായി 60ഓളം പേരുടെ കൈവശം 13 ഏക്കറിലധികം ഭൂമിയാണ് ഉണ്ടായിരുന്നത്. വരും ദിവസങ്ങളിലും നടപടി തുടരുമെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. ദേവികുളം സബ് കളക്ടർ പട്ടയം റദ്ദാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുറമ്പോക്ക് ലാൻഡാണെന്ന് കണ്ടതുകൊണ്ട് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. തന്നെ ഇനി ചക്രമുടി ബാക്കിയുള്ള നടപടികളുണ്ടാവും. ബാക്കി ഭൂമി മാക്സിമം പുറമ്പോക്ക് എവിടെയുണ്ടെങ്കിലും അത് ആരെങ്കിലും കൈവശപ്പെടുത്തിയാൽ നമുക്ക് തിരിച്ചെടുക്കേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. എന്ന് പറഞ്ഞാൽ ആ പട്ടയത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ പട്ടയത്തിൽ പറഞ്ഞ സർവേ നമ്പറിലുള്ള ഭൂമിയല്ല കൈവശം വയ്ക്കുന്നത്. അത് വേറെ സർവേ നമ്പറാണ്. ഇത് എന്ന് പറഞ്ഞാൽ സർക്കാർ പാറപ്പുറമ്പോക്ക് ഭൂമിയാണ്. ആ ഭൂമിയാണ് പുള്ളി കൈവശം വെച്ചിരുന്നത്. അപ്പോൾ ആ ഉത്തരവ് പ്രകാരം പട്ടയം റദ്ദ് ചെയ്യുകയും 48 മണിക്കൂറിനുള്ളിൽ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ആ ഉത്തരവിൽ തന്നെ ബഹുമാനപ്പെട്ട സബ് കളക്ടർ ഉത്തരവാവുകയും ചെയ്തു. ദേവികുളം സബ് കളക്ടർ ഉത്തരവായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ KLC റൂൾ 13A പ്രകാരം CC നോട്ടീസ് കക്ഷിക്ക് വെള്ളിയാഴ്ച നൽകുകയും അത് കക്ഷി കൈപ്പറ്റാതെ കക്ഷിയുടെ വീട്ടിൽ, ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ചാലക്കുടി മേലൂർ വില്ലേജിൽ ആണ് നിവാസിയാണ്. പുള്ളിയുടെ വീട്ടിൽ ആ നോട്ടീസ് പതിച്ച് നടത്തുകയും 48 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും പുള്ളി ഒഴിയാത്ത സാഹചര്യത്തിൽ നേരിട്ട് വന്ന് ബിൽഡിങ്ങും സ്ഥലവും സർക്കാർ ഏറ്റെടുത്തിരിക്കുക. റദ്ദു ചെയ്ത പട്ടയങ്ങളുടെ ഉടമസ്ഥാവകാശം തെളിയിക്കാൻ കൈവശക്കാർക്ക് 6 തവണ റവന്യൂ വകുപ്പ് അവസരം നൽകിയിരുന്നു. എന്നാൽ രേഖകൾ ഹാജരാക്കാതെ വന്നതോടെയാണ് നടപടി സ്വീകരിച്ചത്. ഇടുക്കിയിൽ റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച കരാറുകാരന് വീണ്ടും കരാർ പുതുക്കി നൽകിയതായി ആരോപണം. നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാതയിലൂടെ വാഹനയാത്ര ദുരിതപൂർണമാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നവീകരണത്തിന് നടപടികൾ ആരംഭിച്ചത് നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു. 4.5 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിനായി 5.5 കോടി രൂപ അനുവദിക്കുകയും 2023 ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 11 മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ. എന്നാൽ ഏതാനും ഭാഗത്ത് മണ്ണ് ജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല. കരാർ കമ്പനിയെ നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തീകരിക്കാൻ നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. 2023 കേരള ഗവൺമെന്റ് 4.5 കിലോമീറ്റർ ദൂരമാണ് നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്. 5.5 കോടി രൂപ ബഹുമാനപ്പെട്ട MLA ശ്രീ MM മണി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ റോഡ് PWD ഏറ്റെടുക്കുകയും അതിനുശേഷം 2023 നിർമ്മാണം ആരംഭിച്ചിട്ട് 2 കൊല്ലമായിട്ടും ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് BMBC നിലവാരത്തിൽ നിർമ്മാണം നടത്തേണ്ട റോഡാണ്. ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതുവരെ ഗതാഗത യോഗ്യമാക്കുവാൻ ഇതെടുത്തിരിക്കുന്ന കരാറുകാരന് കഴിയാതെ വന്നിരിക്കുന്നു. അപ്പോൾ കരാറുകാരൻ ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പോകുന്നത്. അപ്പം വളരെ ഉത്തരവാദിത്ത രാഹിത്യത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത്. 5.5 കോടി രൂപ മുതൽ മുടക്കിയുള്ള റോഡ് നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങുന്നതിന് പിന്നിൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥയാണ് ഒന്നാമത്തത്. നമ്മുടെ റോഡ് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാറുകാരൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുക. ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കരാർ പുതുക്കി കൊടുത്തിരിക്കുകയാണ്. ഈ വരുന്ന 2025 ഒക്ടോബർ മാസത്തിൽ ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് PWD അദ്ദേഹത്തിന് കരാർ പുതുക്കി കൊടുത്തിരിക്കുന്നത്. എങ്ങനെ സംഭവിക്കും? എത്ര ഇവിടെ മാജിക്ക് കാണിച്ചെന്ന് പറഞ്ഞാലും ഇനി 2 മാസം കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയില്ല. ഈ കരാറുകാരന്റെ അനങ്ങാപ്പാറ നയം തിരുത്തി ഏറ്റവും വേഗതയിൽ ഈ ഓണത്തിന് മുൻപ് ഈ റോഡിൽ കൂടി ഗതാഗതം സഞ്ചാര യോഗ്യമാക്കുന്ന രീതിയിൽ വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഈ ഒക്ടോബർ മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ചാൽ മതി. പക്ഷേ ഇവിടുത്തെ കുണ്ടും കുഴികളും അടച്ചുകൊണ്ട് പിന്നെ GSP വിരിച്ചുകൊണ്ട് ഈ റോഡിലെ കുണ്ടും കുഴികളും വിരിക്കുക. ഇപ്പൊ കോവാള ഉൾപ്പെടെയുള്ള റോഡുകളിൽ നടക്കുന്ന പോലെ നിർമ്മാണം നടത്താം. ആദ്യ കരാർ അവസാനിച്ചതോടെ കരാർ പുതുക്കിയും നൽകി. പുതിയ കരാറിന്റെ കാലാവധിയും 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കും. നിലവിലെ സാഹചര്യത്തിൽ കാലാവധിക്കുള്ളിൽ നിർമ്മാണം എങ്ങും എത്തില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗട്ടറുകൾക്ക് പുറമെ പല ഭാഗത്തും മണ്ണ് ജോലികൾ ചെയ്തിരിക്കുന്നതിനാൽ മഴ ശക്തമാകുമ്പോൾ കാൽനട പോലും സാധ്യമാകാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്കിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മൂലമറ്റം KSRTC പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിന് ശേഷം ധർണ നടത്തി. KGOA മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PM ഫിറോസ് ഉദ്ഘാടനം നിർവഹിച്ചു. KSSPU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി. ശമ്പള പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക. 2019 പ്രാബല്യത്തിൽ വന്ന പെൻഷൻ പരിഷ്കരണത്തോടനുബന്ധിച്ച് അനുവദിച്ച ക്ഷാമാശ്വാസത്തിന്റെ ശേഷിക്കുന്ന 2 ഗഡുക്കൾ ഒന്നിച്ച് ഉടനെ അനുവദിക്കുക. 70 കഴിഞ്ഞവർക്ക് അധിക പെൻഷൻ അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ നടത്തുന്ന
മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായാണ് അറക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തിയത്. ഇതിന്റെ ഭാഗമായി മൂലമറ്റം KSRTC പരിസരത്ത് നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് നടന്ന ധർണ KGOA മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം PM ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. അത് ഞങ്ങൾ അയച്ചു കൊടുക്കുമെന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ് അത് ഏറ്റുവാങ്ങുവാനെങ്കിലും ആ ഗവൺമെന്റ് ശ്രീ K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ തയ്യാറായത് എന്നുള്ളതാണ് വസ്തുത. നമ്മുടെ സംഘടന ആ ഘട്ടത്തിൽ ഉപേക്ഷിച്ചില്ല. നമ്മൾ നിരന്തരം ആ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് നിന്നു. പക്ഷെ സംഭവിച്ചതെന്താ? 83 ജൂലൈ മാസം 1-ാം തീയതി നടപ്പിലാക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന്റെ സാമ്പത്തിക ആനുകൂല്യം 85 വരെ നീട്ടിക്കൊണ്ടുപോയി 21 മാസക്കാലത്തെ കുടിശ്ശിക കേരളത്തിലെ ജീവനക്കാരുടെയും അധ്യാപകരുടെയും കയ്യിൽ നിന്ന്, പെൻഷൻകാരുടെ കയ്യിൽ നിന്ന് കവർന്നെടുത്തിട്ടുള്ള ആ കാലഘട്ടമാണത്. ആ കാലഘട്ടം നമുക്ക് മറക്കുവാൻ കഴിയില്ല. ബ്ലോക്ക് പ്രസിഡന്റ് ജേക്കബ് മത്തായി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കുരുവിള ജേക്കബ് സ്വാഗതം ആശംസിച്ചു. KSSPU ഇടുക്കി ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ മുഖ്യ പ്രഭാഷണം നടത്തി. സംസ്ഥാന കൗൺസിൽ അംഗം MK ഗോപാലപിള്ള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം KD സുകുമാരൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PR പുഷ്പവല്ലി, ജില്ലാ കമ്മിറ്റി അംഗം VK സലീം, സൗത്ത് യൂണിയൻ സെക്രട്ടറി C വിനോബ, കുടിയത്തൂർ യൂണിയൻ സെക്രട്ടറി CD മോഹനൻ, വെസ്റ്റ് യൂണിറ്റ് പ്രസിഡന്റ് KA തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം PK സരസമ്മ കൃതജ്ഞത രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റിന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി വിത്തും കൈക്കോട്ടും പദ്ധതിക്ക് തുടക്കം കുറിച്ചു. തൊടുപുഴ ഡോക്ടർ APJ അബ്ദുൽ കലാം GHSSൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പദ്ധതിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി VN നിർവഹിച്ചു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജെനി വി രാഘവൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ മുഖ്യ പ്രഭാഷണം നടത്തി. അന്താരാഷ്ട്ര യുവജന ദിനത്തിന്റെ ഭാഗമായി യുവജനങ്ങളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തുന്നതിനു വേണ്ടി ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിത്തും കൈക്കോട്ടും പദ്ധതിക്ക് ആരംഭം കുറിച്ചു. ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റ് നേതൃത്വത്തിൽ തൊടുപുഴ APJ അബ്ദുൽ കലാം GHSS, ജൂനിയർ റെഡ് ക്രോസ്, കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗം കുട്ടികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുക. പദ്ധതിയുടെ ഉദ്ഘാടനം ലയൺസ് ക്ലബ് ഓഫ് തൊടുപുഴ എലൈറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി VN നിർവഹിച്ചു. സുസ്ഥിരമായ വികസനത്തിന് വേണ്ട പ്രായോഗികമായ പ്രവർത്തനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള യുവജനങ്ങളുടെ ജീവിതം കരുപിടിപ്പിക്കുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര തലത്തിൽ യൂത്ത് ഡേയുടെ മുദ്രാവാക്യം തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വർഷങ്ങളായി കേരളം എന്ന് പറയുന്നത് തെങ്ങുകളുടെ നാടാണ്. തെങ്ങ് എന്ന് പറഞ്ഞാൽ സുസ്ഥിരമായ ഒരു വരുമാനം തരുന്ന വൃക്ഷമാണ്. നമ്മളിന്ന് തെങ്ങുകളിൽ നിന്നകന്നു, നമ്മളിന്ന് കൃഷിയിൽ നിന്നകന്നു. നമുക്ക് വേണ്ട പച്ചക്കറികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരേണ്ട ഒരവസ്ഥയിലാണ് നമ്മുടെ നാടുള്ളത്. ആ പച്ചക്കറികളിലാകട്ടെ അതിഭീകരമായ വിഷമടിച്ചുകൊണ്ടാണ് നമുക്ക് ലഭ്യമാവുന്നത്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കുഴിച്ചിട്ടാൽ പെട്ടെന്നത് പുഴുവരും, അതല്ല ഇഞ്ഞു പോകും. പക്ഷേ ഇത്തരം പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം വളരെ മാരകമായ വിഷം അതിൽ തളിച്ചിരിക്കുന്നത് കൊണ്ട് കടയിൽ ഒരാഴ്ചക്കാലം ഇരുന്നാൽ പോലും അത് നശിക്കപ്പെടുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിരന്തരമായി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത് കൊണ്ടാണ് കേരളത്തിൽ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളതിനേക്കാൾ കൂടുതലായ ക്യാൻസർ തുടങ്ങിയിട്ടുള്ള രോഗം വരുന്നത്. കൃഷിക്ക് ആവശ്യമായ വളം ഉൾപ്പെടെ സാധന സാമഗ്രികൾ ഇന്ന് വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് ശ്രീമതി ജെനി വി രാഘവൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ സൈജൻ സ്റ്റീഫൻ മുഖ്യപ്രഭാഷണം നടത്തി. ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ പ്രസിഡന്റും സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ജില്ലാ കമ്മീഷണറും കൂടിയായ ജെയിംസ് മാളിയേക്കൽ, ലയൺസ് ക്ലബ് ഭാരവാഹികളായ റെജി KV, ബോബി M വിൻസെന്റ്, റോയി ലൂക്ക്, ഷിജു തോമസ്, സന്തോഷ് PK, ജോമോൻ ജേക്കബ്, അരുൺ, സ്കൂൾ അധ്യാപകൻ സാബു ദേവസ്യ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടുക്കി ജില്ലാ കളക്ടറായി ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ചുമതലയേറ്റു. വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ചയ്ക്ക് പ്രഥമ പരിഗണന നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതിയ കോഴ്സ് ആരംഭിക്കുന്നതായി കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വോട്ടർ പട്ടിക വിവാദത്തിന്റെ ചുവട് പിടിച്ച് ഇടുക്കിയിലെ ഇരട്ട വോട്ട് ആരോപണവും വീണ്ടും ചർച്ചയാകുന്നു. M മണി ആദ്യ തവണ നിയമസഭയിലെത്തിയത് ഇരട്ട വോട്ട് നേടിയാണെന്ന് കോൺഗ്രസ്.
രാഹുൽ ഗാന്ധിയെയും പ്രതിപക്ഷ എംപിമാരെയും അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ച് നരേന്ദ്രമോദിയുടെ കോലം കത്തിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.